മലപ്പുറത്ത് നിന്ന് കാണാതായ വിഷ്ണുജിത്തിൻ്റെ ഫോൺ ഒരു തവണ ഓണായിരിക്കുന്നു. ഊട്ടി കുനൂറാണ് ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്. ബിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ഈ വിവരം നമ്മൾ എത്തിക്കുകയാണ്. ബിപിൻ, എന്താണ് വിവരങ്ങൾ? SKN ഇന്നലെ രാത്രി 8:30 കൂടിയാണ് വിഷ്ണുജിത്തിന്റെ ഫോൺ ഒരു തവണ ഓൺ ആയിരിക്കുന്നത്. ഇതിൽ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് സൈബർ സെല്ലിന്റെ അടക്കം സഹായത്തോടെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഊട്ടി കൂനൂർ മേഖലയാണ് ഇതിൽ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ച് പോലീസിന്റെ പരിശോധന ഇന്നലെ രാത്രി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കൂനൂർ മേട്ടുപ്പാളയം ഭാഗങ്ങളിലാണ് വിഷ്ണുജിത്ത് ഉള്ളത് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീട്ടുകാരാണ് വിഷ്ണുജിത്തിനെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും അങ്ങനെ ബന്ധുക്കൾ വിളിച്ചപ്പോഴാണ് ഈ ഫോൺ റിങ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഫോൺ റിങ് ചെയ്തതിന് ശേഷം ആദ്യം ഫോൺ എടുത്തത് വിഷ്ണുജിത്തിന്റെ സുഹൃത്തായിട്ടുള്ള ശരത്താണ്. ഈ ശരത്ത് പണം കൊടുത്തു എന്നുള്ളതാണ് ആദ്യം മുതൽ തന്നെ പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശരത്ത് എങ്ങനെ ഇപ്പോഴും കൂടെയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ദുരൂഹതയും അവ്യക്തതയും ഇപ്പോൾ കൂടുതൽ അത് ശക്തി പ്രാപിക്കുകയാണ്. ഒപ്പം തന്നെ പിന്നീട് വിളിച്ചപ്പോൾ ഒന്നും സംസാരിച്ചില്ല. ഫോൺ എടുത്തെങ്കിലും പിന്നെ വീട്ടുകാരോട് മറ്റൊന്നും സംസാരിച്ചില്ല. പോലീസും ഇന്നലെ രാത്രി മുഴുവൻ ആ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ എടുക്കുന്നില്ല. ഒപ്പം തന്നെ ഇന്ന് അത് സ്വിച്ച് ഓഫ് ആവും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു സമയം മാത്രം ഓണായിരിക്കുകയാണ്. ഈ എവിടെയാണ് ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് ഏകദേശം ഒരു രൂപം ഇപ്പോൾ പോലീസിന്റെ പക്കലുണ്ട്. അവിടെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഊട്ടിയിലെ കൂനൂർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മേട്ടുപ്പാളയം പ്രദേശം വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വിഷ്ണുജിത്തിന്റെ ഫോൺ ഒരു തവണ ഓണായി, പിന്നെയും ആ ഫോൺ ഓഫായി എന്നുള്ളതാണ്. സുഹൃത്ത് ശരത്താണ് ഫോൺ എടുത്തപ്പോൾ. വിഷ്ണുജിത്തിന്റെ അമ്മ ജയ നമുക്കൊപ്പം ടെലിഫോണിൽ ചേരുന്നു. അമ്മ നമസ്കാരം. അമ്മ കുറേ ദിവസമായിട്ട് ഈ ഫോണും കാത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു തവണ ഇന്നലെ ഫോൺ ഓണായി എന്ന് പറയുന്നു. ഇന്നലെ ഒരു 8:30 ഫോൺ വിളിച്ചപ്പോ ഫോൺ ഓണായി. ഫോൺ എടുത്തത് ശരത്താണ്. ആരാണ് ഈ ശരത്ത്? ശരത്താണ് വിഷ്ണുവിന്റെ ഫ്രണ്ട്. വിഷ്ണുവിന് പൈസ കൊടുത്തു എന്ന് പറഞ്ഞ ആളാണ് ശരത്ത്. അയാളുമായിട്ട് നമ്മുടെ വീടിന് നിരന്തരം ബന്ധമുണ്ടോ? കാര്യമായിട്ട് ബന്ധമൊക്കെ ഉണ്ടോ? ഇല്ല, ശരത്തായിട്ട് ഫാമിലി ആയിട്ടൊരു ബന്ധമില്ല. വിഷ്ണു അയാളെ അറിയത്തുമില്ല, അല്ലാതെ അറിയത്തില്ല അല്ലേ? ഇല്ല ഇല്ല. ഈ വിഷ്ണുജിത്ത് പോയതിനു ശേഷം ആദ്യമായിട്ടല്ലേ ഈ ഫോൺ ഇങ്ങനെ ഓണായത്? അതെ. പോലീസിനെ വിവരമൊക്കെ അറിയിച്ചല്ലോ അല്ലേ? ഞാൻ അപ്പൊ ഫോണ് ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ വേറെ ഫോണിന്ന് പോലീസിനെ വിളിച്ചിട്ട് ഫോൺ ഇപ്പൊ പിന്നെ ഇത് സംസാരിച്ചോണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു. ഈ ഫോണിൽ സംസാരിച്ചതാരാ അമ്മയോട്? ഞാനല്ല, മരുവനാണ് വിളിച്ചത്. രതീഷാണ് വിളിച്ചത്. അല്ല, ഫോൺ എടുത്തതാരാ? ശരത്ത് തന്നെയാണോ? ശരത്താണ് എടുത്തത്. അയാൾ എന്താ പറഞ്ഞത്? എവിടെയാണെന്നാ പറഞ്ഞത്? ഞാൻ അപ്പൊ തന്നെ അത് കഴിഞ്ഞ് അവര് കട്ട് ചെയ്തപ്പോ ഞാൻ ശരത്തിനെ വിളിച്ചു. പിന്നെ ഇങ്ങനെ രതീഷ് വിളിച്ചപ്പോ നീ അറ്റൻഡ് ചെയ്തല്ലോ, അപ്പൊ ഫോണ് ഇത് വിഷ്ണുവിന്റെ ഫോണാണല്ലോ അറ്റൻഡ് ചെയ്തത്. അപ്പൊ വിഷ്ണു അവിടെ ഉണ്ടോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അത് വിഷ്ണുവിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ അറിയാതെ കണക്ട് ആയതാന്ന് അവൻ പറയുന്നത്. അവിടെ ഇല്ലെന്നാണോ പറയുന്നത് വിഷ്ണു? ഇല്ല, അത് ഞാൻ വിഷ്ണുവിനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ രതീഷ് വിളിച്ചപ്പോ അത് കണക്ട് ആയതാന്ന് പറയുന്നത്. അങ്ങനെ കണക്ട് ആവത്തില്ലല്ലോ അമ്മ. എന്തായാലും പോലീസിനെ വിവരം അറിയിച്ചല്ലോ അല്ലേ? ഞാൻ അപ്പൊ തന്നെ അറിയിച്ചു. സമാധാനത്തോടെ ഇരിക്കുക. എന്തായാലും പോലീസ് ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ച് തരും. അമ്മ വിഷമിക്കാതിരിക്കുക. കാരണം മകൻ പോയ അമ്മയുടെ വിഷമം എനിക്ക് നന്നായി മനസ്സിലാവും. എന്തായാലും വിഷ്ണുജിത്ത് ദുരൂഹതയെല്ലാം അവസാനിപ്പിച്ച് വിഷ്ണുജിത്ത് എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്ത് മടങ്ങി വരും എന്ന് വിശ്വസിക്കുക. സമാധാനത്തോടെ ഇരിക്കുക. ഓക്കെ. വിഷ്ണുജിത്തിൻ്റെ ഫോൺ വിഷ്ണുജിത്തിൻ്റെ തിരോധാനത്തിന് ശേഷം ആദ്യമായിട്ട് ഓണായി എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇതിൽ എന്തൊക്കെയോ ചില ദുരൂഹതകളുണ്ട്. പ്രത്യേകിച്ചും ഈ ശരത്ത് എന്ന് പറയുന്ന ആൾ പറയുന്നത് അത്യാവശ്യം കള്ളമാണ് എന്നും നമുക്ക് മനസ്സിലാകും.